നൈറ്റ് ലൈഫ് ഒക്കെ കണ്ടു, ചിലപ്പോൾ അവിടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് കാണും. നമ്മുടെ നഗരത്തിലൊക്കെ വേണ്ടേ? ഞാൻ അതിന് കൂട്ടിച്ചേർക്കാനായിട്ട് ഒരു കാര്യം കൂടി. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗുഹാചിത്രങ്ങൾ അടക്കം പഴയ കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന് ഏറ്റവും ക്രിയേറ്റീവായ സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് രാത്രിയാണ്. ഈവൻ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റ അവരെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് രാത്രി സമയത്താണ്. കാരണം കൂടുതൽ ആളുകൾ കാണുന്ന സമയം. ലോകത്തെ എല്ലായിടത്തും അത് വളരെ സജീവമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേവലം സെക്സ് ഒന്നുമല്ല. ഇതിന് പകരം നമുക്ക് തെരുവ് സർക്കസ് വേണം, തെരുവ് കലാകാരന്മാർ വേണം, തെരുവിലെ തമാശകൾ വേണം. ഇതെല്ലാം ചേർന്ന് ജീവനാണ്. ലൈഫ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നൈറ്റ് ലൈഫിനേക്കാൾ ഏത് രാജ്യത്താണ് നല്ല ജീവനുള്ള സംഭവം ഉള്ളത്? യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം, ഈവൻ നമ്മളെ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, നമ്മളുടെ ആളുകൾ പോകുമ്പോൾ കാണുന്നത് വേറെ പലതുമാണ്. യഥാർത്ഥത്തിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിത്രകലയാവാം, പാട്ടാകാം, എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് ചെയ്യാനുള്ള ഇതുണ്ട്. തെരുവ് കലാകാരൻ എന്ന് പറഞ്ഞാൽ ലോകമെങ്ങും ഏറ്റവും ആദരിക്കപ്പെടുന്നവരാണ്. നമ്മളുടെ നാട്ടിൽ മാത്രം അതെന്തോ മോശമായിട്ടാണ്. നമ്മുടെ നാട് അത്രയൊക്കെ വളർന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നൈറ്റ് ലൈഫ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഇങ്ങനെയാണല്ലോ വളരുന്നത്. ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ വരും. നമ്മൾ അവഗണിച്ച് കളഞ്ഞാൽ മതി. അല്ല, അതിനകത്ത് തീർച്ചയായിട്ടും പോലീസ് അതിന്റെ നടപടികൾ എടുക്കണം. ഇപ്പൊ ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർക്കാം. കൊച്ചി മെട്രോ വന്നു കഴിഞ്ഞപ്പോൾ MG റോഡ് അതിന്റെ പകുതി അടച്ചിട്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് സൈക്ലിങ് അങ്ങനെ പകുതി ഭാഗം മാറ്റിക്കൊണ്ട് ഉണ്ടായിരുന്നു പ്ലാന്. അപ്പൊ അവിടുത്തെ കച്ചവടക്കാർ എന്ത് ചെയ്തു? ഇത് നമ്മുടെ കച്ചവടം പോകുന്നു പറഞ്ഞുകൊണ്ട് എതിർത്തു. ഇപ്പൊ അവസാനം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എറണാകുളത്തെ MG റോഡിലെ കടകൾ മുഴുവൻ, എൻ്റെ സഹോദരനടക്കം കടയുണ്ടായിരുന്നതാണ്, ഒരു മനുഷ്യനില്ലാതെ അടച്ചു പൂട്ടി കിടക്കുകയാണ്. കെട്ടിടങ്ങളെല്ലാം പൊളിഞ്ഞെടുക്കുക. അതേസമയം നൈറ്റ് ലൈഫ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇങ്ങനെ വന്നിരുന്നുവെങ്കിൽ ആളുകളെല്ലാം വരികയും അവിടെ മുഴുവനും തിരക്കുള്ള സജീവമായി, കച്ചവടക്കാർക്കും നേട്ടമായേനെ, ആളുകൾക്കും വ്യായാമമായേനെ, ഉല്ലാസമായേനെ. അതിന് പകരം നമ്മളിങ്ങനെ വലിഞ്ഞു മുറുകി ഇരിക്കേണ്ടവരല്ല. അതുകൊണ്ട് നൈറ്റ് ലൈഫ് തീർച്ചയായിട്ടും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.